ഹലോ പ്രിയ കൂട്ടുകാരെ, എൻ്റെ ചാനലിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും സ്വാഗതം. ഞാനിന്ന് വീഡിയോയിലോട്ട് വന്നിരിക്കുന്നത്, എനിക്കിന്ന് 50 ഫ്രൈഡ് റൈസിൻ്റെ ഓർഡർ വന്നേ. ഇന്നലെയും ഒരു 50 ഫ്രൈഡ് റൈസിൻ്റെ ഓർഡർ ഉണ്ടായിരുന്നു. അത് ചെയ്തു കൊടുത്തു. ഇത് ചെയ്തു കൊടുക്കുന്നത് ഗവൺമെൻറ് ഹോസ്പിറ്റലിലേക്കാണ്. അവിടെ നിന്ന് ഒരു സൂപ്രണ്ട് മാഡം റിട്ടയർഡ് ആകുന്നതിൻ്റെ ഫംഗ്ഷന് വേണ്ടിയിട്ടാണ് ഈ ഓർഡർ എനിക്ക് കിട്ടിയത്. അതിന് ഞാനിവിടെ ഒരു 10 കിലോ കോഴി വാങ്ങിച്ചിട്ടുണ്ട്. അത് വൃത്തിയാക്കിയതിന് ശേഷം കാണിക്കുന്നതാണ് ഈ കാണുന്നത്. 10 കിലോ തൊലി കളഞ്ഞതിന് ശേഷമുള്ളതാണ് 10 കിലോ. അതിന് ആവശ്യമായിട്ട് ഞാൻ 3 കിലോ സവാള എടുത്തിട്ടുണ്ട്, 500 ഗ്രാം ഇഞ്ചി എടുത്തിട്ടുണ്ട്, 250-300ഓളം പച്ചമുളക് എടുത്തിട്ടുണ്ട്. ഞാനിതിലേക്ക് പച്ചമുളകാണ് കൂടുതൽ ചേർക്കുന്നത്, മുളക് പൊടി കുറച്ചേ ചേർക്കാറുള്ളൂ. വെളുത്തുള്ളി ഒരു 300 ഗ്രാം ചേർത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടി എണ്ണ ഒഴിച്ച് ഉള്ളി, സവാള, വെളുത്തുള്ളി, പച്ചമുളക്, ഇഞ്ചി ഇതെല്ലാം കൂടെ വഴറ്റിയതിന് ശേഷം അതിലേക്ക് ഞാൻ ചിക്കൻ ചേർത്ത് അത് നന്നായിട്ട് വേകുന്നതാണ് ഈ കാണുന്നത്. പിന്നെ ഇതിപ്പോൾ ഏകദേശം ആയിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ 1 കിലോ തക്കാളിയും കൂടെ ചേർത്തിട്ടുണ്ട്. അപ്പോൾ ചിക്കൻ ആയിട്ടുണ്ട്. അതിലേക്ക് ഞാനിതാ ഒരു 4 ടേബിൾ സ്പൂൺ മുളക് പൊടി, 6 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, ഇത് ചെറുതായിട്ടൊന്ന് ചൂടാക്കിയതാണ്. ഇതും കൂടി ഇതിലേക്ക് ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇതിന് ആവശ്യമായിട്ട് 2 ടേബിൾ സ്പൂൺ കറി മസാല പൊടി എടുത്തിട്ടുണ്ട്. ഈ കറി മസാല പൊടിയിൽ എല്ലാം ചേർത്തിട്ടുണ്ട്. ഗ്രാമ്പു, കുരുമുളക്, പട്ട, തക്കോലം, ഏലക്ക, പെരുംജീരകം എല്ലാം കൂടി ചേർക്കുന്നത്. ഞാനാണെങ്കിൽ എൻ്റെ വീട്ടിലെ ആവശ്യത്തിനാണെങ്കിൽ ഞാൻ ഗ്രാമ്പും കുരുമുളകും ചേർക്കാറില്ല. ഞാനത് ചേർക്കാതെ ഞാനൊരു വീഡിയോ മുമ്പ് ഇട്ടിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടി ചേർത്തിട്ടുള്ള ഒരു വീഡിയോ ഞാൻ ഉടനെ ചെയ്യുന്നതാണ്. നമ്മുടെ ചിക്കൻ ഒരു 5 മിനിറ്റ് നേരം കൂടി കിടന്നു കഴിഞ്ഞാൽ ചിക്കൻ റെഡിയായി. എന്നെ ഹെൽപ്പ് ചെയ്യാനായിട്ട് ഒരു ചേച്ചിയും കൂടെ ഉണ്ട്. ഇതിന് എന്ത് ഓർഡർ വന്നാലും ഹെൽപ്പിങ്ങിന് വരുന്നത് ഈ ചേച്ചിയാണ്. ഊണ് തയ്യാറാക്കി കൊടുക്കണമെങ്കിലും ഈ ചേച്ചി തന്നെയാണ് എനിക്ക് ഹെൽപ്പായിട്ട് വരുന്നത്. നമുക്ക് ഫ്രൈഡ് റൈസിലേക്ക് ചേർക്കാനായിട്ട് ഞാൻ കുറച്ച് ക്യാരറ്റ് എടുത്തിട്ടുണ്ട്. ഏകദേശം ഒരു 1/2 കിലോ ക്യാരറ്റ് എടുത്തിട്ടുണ്ട്. ഒരു 1/2 കിലോയോളം ബീൻസ് എടുത്തിട്ടുണ്ട്. കുറച്ച് രമ്പ ഇലയാണ്, ഞങ്ങളുടെ ഇവിടെ രമ്പ ഇല എന്നാണ് പറയുന്നത്, അത് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. കുറച്ച് തൊണ്ടൻ മുളക് എടുത്തിട്ടുണ്ട്. ഇത് ഒരു അളവ് വെച്ച് ഇത്രയും കൂടുതൽ വെക്കുന്നത് കൊണ്ടാണ് കൃത്യമായിട്ടുള്ള അളവ് ഞാൻ പറയാത്തത്. ഞാൻ അതിലേക്ക് ചേർക്കുന്നതിന് വേണ്ടി ഒരു 10-25 ഏലക്ക, ഒരു കഷ്ണം ചുരുളുപട്ട, ഒരു 4-5 തക്കോലം, കുറച്ച് കുരുമുളകാണ്. ഞാൻ ചെയ്ത് കൊടുക്കുന്ന ഫ്രൈഡ് റൈസ് എല്ലാവർക്കും ഇഷ്ടമാണ്. അതിൽ കുരുമുളക് ചേർക്കുന്നത് എല്ലാവരും ചോദിച്ച് ചേർക്കുന്നുണ്ട്. ചേച്ചി കുരുമുളക് ചേർത്തിട്ട് തരണേ എന്ന് പറയും. കുരുമുളകും ചേർക്കാറുണ്ട്, വെളുത്തുള്ളിയും ചേർക്കാറുണ്ട്. ഞാൻ ഇന്നത്തേതിൽ വെളുത്തുള്ളി ചേർക്കുന്നില്ല, കുരുമുളക് മാത്രം. അതിനുവേണ്ടി പൈനാപ്പിൾ എസൻസ് എടുത്തിട്ടുണ്ട്, ബിരിയാണി എസൻസ് എടുത്തിട്ടുണ്ട്, പനീർ എടുത്തിട്ടുണ്ട്, റോസ് വാട്ടറാണ് എടുത്തിരിക്കുന്നത്. പിന്നെ നെയ്യുണ്ട്, കുറച്ച് സൺഫ്ലവർ ഓയിൽ വേണം, കുറച്ച് മിൽക്ക് മെയ്ഡും കൂടെ ചേർക്കും കേട്ടോ. മിൽക്ക് മെയ്ഡ് ചേർക്കുന്നതെന്ന് വെച്ചാൽ ചെറിയൊരു ടേസ്റ്റിന് വേണ്ടിയിട്ടാണ്. മിൽക്ക് മെയ്ഡ് ഇല്ലാത്തവർക്ക് പാൽ വേണമെങ്കിലും ചേർക്കാം. ശരി, എന്നാൽ തുടങ്ങാം. നമ്മൾ കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചിട്ട് അതിലേക്ക് എടുത്തു വച്ചിരിക്കുന്ന ബീൻസ്, ക്യാരറ്റ്, പട്ട, തക്കോലം, ഏലക്ക, തൊണ്ടൻ മുളക്, രമ്പയില, കുരുമുളക് ഇതെല്ലാം കൂടെ ചേർത്തിട്ടുണ്ട്. ചേർത്ത് ജസ്റ്റ് ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. നമ്മൾ വീട്ടിലേക്കാണെങ്കിൽ 1 ഗ്ലാസ് അരിക്ക് 2 ഗ്ലാസ് വെള്ളമാണ് ചേർക്കുന്നത്. ഇതിപ്പോൾ കൂടുതൽ വെക്കുന്നത് കൊണ്ട് നമുക്ക് വെള്ളം സെപ്പറേറ്റ് ആയിട്ട് തിളപ്പിക്കാൻ സാധിക്കുന്നില്ല. അതുകൊണ്ട് ഞാൻ ഇതൊന്ന് ജസ്റ്റ് നന്നായിട്ടായതിന് ശേഷം ഇതിലേക്ക് ഞാനിപ്പോൾ 3.5 കിലോ അരിയാണ് ചേർക്കുന്നത്. അപ്പോൾ 7 കിലോ വെള്ളം ചേർക്കേണ്ടത്. 3.5 കപ്പ് അരിക്ക് 7 കപ്പ് വെള്ളം തിളപ്പിക്കും. ഇതിലൊഴിച്ച് തന്നെ തിളപ്പിക്കും കേട്ടോ. ഇതിലേക്ക് നമ്മളിപ്പോൾ
ഇതെല്ലാം വഴറ്റിയതിന് ശേഷമാണ് വെള്ളം ചേർക്കുന്നത്. ഞാൻ ഈ കപ്പിന് 1 കിലോയുടെ കപ്പാണ് ഇതുകൊണ്ട് 3.5 കപ്പ് അരി എടുത്തിട്ടുണ്ട്. അതിനാൽ 7 കപ്പ് വെള്ളം ചേർക്കുന്നുണ്ട്. നമ്മളിപ്പോഴേ 3.5 കപ്പ് അരിക്ക് 7 കപ്പ് വെള്ളം ചേർത്തിട്ടുണ്ട്. അതിനോടൊപ്പം ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർക്കുകയാണ്. ഉപ്പ് എപ്പോഴും വെള്ളത്തിൽ ചേർത്ത് കഴിയുമ്പോൾ നമ്മൾ ആ വെള്ളം ഒന്ന് ജസ്റ്റ് ഒന്ന് തൊട്ട് നോക്കുകയാണെങ്കിൽ വെള്ളത്തിൽ അല്പം ഉപ്പ് മുന്നിട്ട് വേണം നിൽക്കേണ്ടത്. എന്നാലേ അരിയിട്ട് ചോറാകുമ്പോൾ ആ ചോറിന് പാകത്തിന് ഉപ്പാകത്തുള്ളൂ കേട്ടോ. ഇപ്പം ഞാൻ ആവശ്യത്തിന് ഉപ്പ് ചേർത്തിട്ടുണ്ട്. ഉപ്പൊക്കെ ചേർത്ത് കഴിഞ്ഞിട്ട് നല്ല ജസ്റ്റ് നന്നായിട്ടൊന്ന് വെട്ടിത്തിളയ്ക്കണം. വെള്ളം വെട്ടിത്തിളച്ചാലേ നമുക്ക് അരി ചേർക്കാൻ അരി എടുത്ത് വെച്ചേക്കുന്ന അരി നമ്മൾ 10 മിനിറ്റ് നേരം വെള്ളത്തിൽ കുതിർത്ത് വയ്ക്കും. കഴുകി കഴിഞ്ഞതിന് ശേഷം വെള്ളത്തിൽ കുതിർത്ത് വയ്ക്കും. ഇതിപ്പോൾ വെള്ളം തിളയ്ക്കാൻ വേണ്ടി അടച്ചു വെച്ചിട്ടുണ്ട്. ഒന്ന് വെള്ളം തിളച്ചൊന്ന് വന്നോട്ടെ. ഇത് നമ്മൾ എടുത്ത അരി 10 മിനിറ്റ് നേരം കുതിർത്ത് വാരി വെച്ചേക്കുന്നതാണ്. വെള്ളമൊക്കെ കളഞ്ഞിട്ട് നമ്മൾ വീട്ടിൽ ആവശ്യത്തിന് വെക്കുമ്പോൾ തിളച്ച വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. മുളകും തക്കോലും ഒക്കെ ഇട്ട് വറുത്തതിന് ശേഷം അരിയും കൂടെ ഒരു 5 മിനിറ്റ് നേരം ആ എണ്ണയിലിട്ടൊന്ന് വറുത്തതിന് ശേഷമാണ് നമ്മൾ ഈ തിളച്ച വെള്ളം ഒഴിച്ച് വേവിച്ചെടുക്കുന്നത്. ഇതിപ്പോൾ ഒരുപാടായതുകൊണ്ട് എനിക്ക് വെള്ളം സെപ്പറേറ്റ് തിളപ്പിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് തിളച്ച വെള്ളത്തിലേക്ക് കുതിർത്ത് വെച്ചേക്കുന്ന അരി ചേർക്കുന്നത്. നമ്മുടെ വെള്ളം നന്നായിട്ട് വെട്ടി തിളയ്ക്കുന്നുണ്ട്. ഇതിലോട്ട് നമ്മൾ അരി ചേർത്ത് കൊടുക്കുകയാണ്. വെള്ളം വെട്ടി തിളച്ചതിന് ശേഷം നമ്മൾ കുതിർത്ത് വെച്ച അരി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് എടുത്ത മിൽക്ക് മെയ്ഡും ചേർത്തിട്ടുണ്ട്. കുറച്ച് റോസ് വാട്ടർ ചേർക്കുന്നുണ്ട്. കുറച്ച് മതിയേ. 1-2 തുള്ളി ബിരിയാണി എസൻസാണ് ചേർക്കുന്നത്. അതുപോലെ ഒരു 3-4 തുള്ളി പൈനാപ്പിൾ എസൻസാണ്. ഇതെല്ലാം കൂടെ ഒന്ന് ചേർത്തിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നന്നായിട്ടൊന്ന് അടച്ച് വെച്ചേക്കാം. നമ്മുടെ ബിരിയാണി റെഡി ആയിട്ടുണ്ട്. ഇത്ര വെള്ളം ഇതിൽ കിടക്കണം. ഇതേ പരുവത്തിനാണ് എടുക്കുന്നത്. ഇത് വെള്ളം എല്ലാം വറ്റിയിട്ടില്ല. ഈ പരുവമാണ്. ഈ പരുവത്തിൽ നമ്മൾ മാറ്റി വെച്ചേക്കാം. ഇനി അടുപ്പിലോട്ട് വെച്ചേക്കേണ്ട ആവശ്യമില്ല. ഇത് നമ്മൾ വെച്ച ഇറച്ചിക്കറിയാണ്. ഇത് നമ്മൾ ചോറ് വാങ്ങി വെച്ചിട്ടുണ്ട്. ഇതിൽ കിടക്കുന്ന വെള്ളം ഈ 10 മിനിറ്റ് നേരം അടച്ച് വെച്ചിരിക്കുമ്പോൾ വെള്ളം എല്ലാം വറ്റി നന്നായിട്ട് നല്ല പയർ പോലെ കിട്ടും. ഇത് ആവി പുറത്ത് പോകാതെ തന്നെ ഇതുപോലെ അടച്ച് വെച്ചേക്കണം. ഇതിൻ്റെ പുറത്ത് എന്തെങ്കിലും വെയിറ്റുള്ള സാധനങ്ങൾ എന്തെങ്കിലും വേണമെങ്കിൽ വെച്ച് കൊടുക്കാം. നമ്മൾ വെള്ളത്തോട് കൂടി വെച്ചിരുന്ന അരിയാണ്. അതിപ്പോൾ വെള്ളമൊക്കെ കറക്റ്റ് പരുവായി. ഈ സമയം നമ്മൾ കുറച്ച് നെയ്യ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കും. നെയ്യെല്ലാം ചേർത്തിട്ട് ചോറെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യണം. ഈ ചൂടിലിരുന്ന് തന്നെ ആ നെയ്യ് അങ്ങ് ഉരുകി ചേർന്നോളേ. ഇതുപോലെ മിക്സ് ചെയ്ത് ശേഷം നന്നായിട്ടൊന്ന് 5 മിനിറ്റ് നേരം കൊണ്ട് നമുക്ക് അടച്ച് വെച്ചേക്കാം. ഇത് 2.5 കിലോ അരി വയ്ക്കാനായിട്ട് ചരുവം ഒരു ഉരുളി വെച്ചിട്ടുണ്ട് കേട്ടോ. ഞാൻ 50 പേർക്ക് കൊടുക്കാനായിട്ട് മൊത്തം 6 കിലോ അരിയാണ് എടുത്തിട്ടുള്ളത്. 6 കിലോ അരിയുടെ ചോറ് 50 പേർക്ക് നന്നായിട്ട് വിളമ്പാൻ സാധിക്കും. പിന്നെ ഇതിന് ഞാൻ വെക്കുന്നതെന്ന് വെച്ചാൽ വെള്ളം തിളപ്പിച്ചൊഴിക്കുന്ന രീതിയാണ് ഈ കാണിക്കുന്നത്. ചട്ടി നന്നായിട്ട് ചൂടായിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് സൺഫ്ലവറാണ് ഒഴിക്കുന്നത്.
സൺഫ്ലവർ ഒന്ന് ചൂടായതിന് ശേഷം നമ്മൾ അരിഞ്ഞു വെച്ചേക്കുന്ന ബീൻസ്, ക്യാരറ്റ്, തൊണ്ടൻ മുളക്, രമ്പയില, കുരുമുളക് ഇതെല്ലാം കൂടി ഇതിലോട്ടൊന്ന് ചേർത്ത് കൊടുക്കാമേ. ഇതിലേക്ക് എടുത്ത് വെച്ചേക്കുന്ന ഏലക്ക, പട്ട, തക്കോലം എന്നിവ കൂടെ ചേർത്ത് കൊടുക്കുക. ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഒരു 2-3 മിനിറ്റ് നേരം ഇതൊന്ന് എണ്ണയിൽ കിടന്നൊന്ന് മൂത്ത് വരട്ടെ. അത് ഏകദേശം 3 മിനിറ്റ് ആയിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ കുതിർത്ത് വാങ്ങി വെച്ചേക്കുന്ന അരി ചേർത്ത് കൊടുക്കാം. ഒരു 7-8 മിനിറ്റ് നേരം ഇതുപോലെ ഒന്ന് അരി ഫ്രൈ ചെയ്തെടുക്കാമേ. ഇതിന് ഞാൻ വെള്ളം സെപ്പറേറ്റ് തിളപ്പിക്കുകയാണ് ചെയ്തത്. കറക്റ്റ് 3.5 ഗ്ലാസ് അരിക്ക് 7 ഗ്ലാസ് വെള്ളമാണ്. ഇത് ഞാൻ 2.5 നാഴി അരി എടുത്തിട്ടുണ്ട്. അതുകൊണ്ട് 5 നാഴി വെള്ളമാണ്, 5 കപ്പ് വെള്ളമാണ് എടുത്തിരിക്കുന്നത്. 2.5 കപ്പ് അരിയും 5 കപ്പ് വെള്ളമാണ്. ഇതിലേക്ക് വെള്ളം ചേർക്കേണ്ട സമയമായി. വെള്ളം ചേർക്കാം. വെള്ളം ചേർത്തിട്ടുണ്ട്. നല്ല തിളച്ച വെള്ളമാണ് ഒഴിച്ചത്. അതിലേക്ക് ഇതിനാവശ്യമായിട്ടുള്ള ഉപ്പും ചേർക്കാം. എപ്പോഴും ഉപ്പ് ശകലം മുന്നിട്ട് നിൽക്കണം, എന്നാലേ അരി വെന്ത് വരുമ്പോൾ ചോറിന് ആവശ്യമായ കണക്കായിട്ടുള്ള ഉപ്പായിരിക്കുകയുള്ളൂ. ഇപ്പോൾ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്തിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് റോസ് വാട്ടറാണ് ചേർക്കുന്നത്. ഇത് 2 തുള്ളി ബിരിയാണി ഫ്ലേവറാണ് ചേർക്കുന്നത്. ഇത് 2 തുള്ളി പൈനാപ്പിൾ ഫ്ലേവറാണ് ചേർക്കുന്നത്. ഈ ചേർക്കുന്ന ഫ്ലേവറുകളൊന്നും കൂടിപ്പോകാൻ പാടില്ല. കൂടിപ്പോയാൽ അതിൻ്റെ ഒരു സ്മെല്ല് വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് മാക്സിമം കുറച്ചേ ചേർക്കാവൂ. ഞാനിപ്പോൾ ഇതിനാവശ്യമായിട്ടുള്ളത് ചേർത്തിട്ടുണ്ട്. ഇതിലേക്ക് ഇത്ര മിൽക്ക് മെയ്ഡും കൂടി ചേർക്കുന്നുണ്ട്. ഇത് അടച്ചു വെച്ച് വേവിക്കും. നമ്മുടെ ചോറ് റെഡി ആയിട്ടുണ്ട്. ഇതിൽ ഇത്ര വെള്ളം കിടക്കും. ഈ വെള്ളത്തോടു കൂടി അടച്ചു വെച്ചേക്കണം. തീയൊക്കെ ഓഫ് ചെയ്ത് വെച്ചേക്കാം. അടച്ച് ഒരു 10 മിനിറ്റ് നേരം തുറക്കാതെ ഇതിൻ്റെ പുറത്ത് എന്തെങ്കിലും വെയിറ്റ് വെച്ച് കൊടുത്ത് വേണം വെച്ചേക്കേണ്ടത്. അപ്പോൾ കുറച്ച് കഴിയുമ്പോൾ 10 മിനിറ്റ് കഴിയുമ്പോൾ അതിലെ വെള്ളം എല്ലാം വറ്റും. നമ്മളിത് 10 മിനിറ്റ് കഴിഞ്ഞത് ഇത് തുറന്ന് നോക്കുകയാണ്. ഇതിലെ വെള്ളം എല്ലാം നന്നായിട്ട് വറ്റിയിട്ടുണ്ട് കേട്ടോ. ഇതാണ് നമ്മുടെ പരുവം. ഇതിലേക്ക് ഇനി കുറച്ച് നെയ്യും കൂടി ചേർക്കാനുണ്ട്. ഈ നെയ്യ് ചേർത്തിട്ട് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇത് ഞാൻ 2 ടൈപ്പും കാണിച്ചതെന്ന് വെച്ചാൽ വെള്ളത്തിൽ വേവിക്കുന്നതും അത് തിളച്ച വെള്ളം ഒഴിച്ച് വേവിക്കുന്ന രീതിയായിട്ടാണ് കാണിച്ചത്. അല്ലെങ്കിൽ ഞാൻ ഒറ്റ സ്റ്റെപ്പിൽ തന്നെയാണ് ഈ 50 എണ്ണം ഉണ്ടാക്കിയെടുക്കുന്നത്. ഇതിലേക്ക് കാണിക്കാനും വേണ്ടി ഞാൻ 2 രീതിയിലും കാണിച്ചതേ ഉള്ളൂ കേട്ടോ.
നന്നായിട്ട് എല്ലാ സ്ഥലവും ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം അടച്ചു വെച്ച് ഒരു 5 മിനിറ്റ് നേരം കൂടെ കഴിഞ്ഞിട്ട് നമുക്കിത് ആവശ്യത്തിന് പാക്ക് ചെയ്യാവുന്നതാണ്. നമ്മളിതിലേക്ക് ചേർക്കാനായിട്ട് കുറച്ച് കാഷ്നട്ട്, ഉണക്കമുന്തിരി, ചെറുതായിട്ട് ക്രഷ് ചെയ്ത കാഷ്നട്ടാണ് ഇത് ഇത്രയും വറുത്ത് വെച്ചിട്ടുണ്ട്. മല്ലിയില അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇതിനിപ്പോൾ നമ്മൾ 2 ചോറും കൂടി ഒന്നിച്ച് മിക്സ് ചെയ്യാനാണ് പോകുന്നത്. നേരം ഈ ചെറുതായിട്ട് കൃഷി ചെയ്ത് വെച്ചിരിക്കുന്ന നട്ട്സും കൂടി ചേർത്ത് കൊടുക്കുക. കുറച്ച് മല്ലിയിലയും കൂടെ ചേർത്ത് കൊടുക്കും. നമ്മൾ വറുത്ത് വെച്ചേക്കുന്നത് ഇതിൽ ചേർത്ത് കൊടുക്കണം. ഇത് ബിരിയാണിയോടൊപ്പം ഫ്രൈഡ് റൈസിനോടൊപ്പം കൊടുക്കാനായിട്ട് സലാഡും അച്ചാറും പാക്ക് ചെയ്ത് വെച്ചേക്കുന്നതാണ്. ഇനിയിപ്പോൾ ചോറ് ഉടനെ തന്നെ പാക്ക് ചെയ്യുന്നതാണ്. ഇവിടെ നമ്മൾ പാക്ക് ചെയ്യാനാണ് പോകുന്നത്. ഇതിൽ ആദ്യം 2 പീസ് വയ്ക്കും. ഇതാണ് ഒരു പാക്കിംഗ് എന്ന് പറയുന്നത്. ഇത് ഇങ്ങനെ അടച്ച് ഇത് ഇങ്ങനെയുള്ള പാക്കിങ്ങാണ് 50 എണ്ണം ഇന്ന് പാക്ക് ചെയ്യുന്നത്. ഇതാണ് നമ്മുടെ പാക്കിംഗ് ഒക്കെ റെഡി ആയിട്ടുണ്ട്. 50 പാക്കിങ്ങാണ് ഇത്. ഇനിയിപ്പോൾ അവരാളിനെ വിട്ട് എടുക്കും. നമ്മുടെ പാക്കിംഗ് ഒക്കെ റെഡിയായി. ഇങ്ങനെയാണ് ഞങ്ങൾ പാക്ക് ചെയ്തൊക്കെ കൊടുക്കുന്നത്. ഇടയ്ക്കിടയ്ക്ക് ഓർഡർ വരുന്നുണ്ട്. അതുപോലെ സദ്യയ്ക്കും ഓർഡർ വരുന്നുണ്ട്. സദ്യയും ചെയ്ത് കൊടുക്കാറുണ്ട്. ഇപ്പോൾ കുറച്ച് ദിവസം കൊണ്ട് ഞാൻ സദ്യ എടുക്കുന്നില്ല. 2 പേര് മാത്രം ആയതുകൊണ്ട് ചെയ്യാനുള്ള ബുദ്ധിമുട്ട് കാരണം സദ്യ എടുക്കുന്നില്ല. ഫ്രൈഡ് റൈസും ചപ്പാത്തി, ഇറച്ചി ഇങ്ങനെയുള്ള ഐറ്റങ്ങളൊക്കെ ചെയ്ത് കൊടുക്കുന്നത്. പിന്നെ എൻ്റെ വീഡിയോയിൽ ഇഷ്ടപ്പെട്ടാൽ സബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്.